And column chromatography. Column chromatography is the preparative application of the chromatography. Column chromatography എന്ന് പറയുന്നത് ഒരു preparative application ആണ്. And it is used to obtain pure chemical compounds from the mixture of compounds on a scale from microgram to kilogram using large scale industrial columns. ഇവിടെ ഉപയോഗിക്കുന്നത് based on purpose. നമുക്ക് ഡ്രഗ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലാർജ് എമൗണ്ട് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് വേണം. അതായത് ഒരു മിക്സ്ചർ ഓഫ് കമ്പോണൻസിൽ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കമ്പോണൻസിന്റെ separation. Large scale separation is possible by using column chromatography. It is ranging from microgram to kilogram using large scale industrial columns. And the classical preparative chromatography column is very similar to burette. നമുക്ക് ഒരു ക്ലാസിക്കൽ പ്രിപ്പറേറ്റീവ് ക്രൊമാറ്റോഗ്രാഫിക് കോളം എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ബ്യൂററ്റിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്. ആ ബ്യൂററ്റിന്റെ ബോട്ടത്തിൽ ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് റേഞ്ചിങ് ഫ്രം 5 to 50 നാനോമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം 50 സെന്റിമീറ്റർ ടു 1 മീറ്റർ വിഡ്ത്ത് ആൻഡ് along with a tap at the bottom. ഒരു ക്ലാസിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ വെരി സിമിലർ ടു ബ്യൂററ്റ്. ബ്യൂററ്റിന്റെ അറ്റത്ത് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഗ്ലാസ് അപ്പാരറ്റസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് റേഞ്ചിങ് ഫ്രം, അതായത് 5 to 50 മില്ലിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് ഏകദേശം 50 സെന്റിമീറ്റർ ടു 1 മീറ്റർ ആണ് ഒരു ക്ലാസിക്കൽ പ്രിപ്പറേറ്റീവ് ക്രൊമാറ്റോഗ്രാഫിയുടെ അപ്പാരറ്റസിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ദിസ് ടെക്നിക് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി. ഈ കോളം ക്രൊമാറ്റോഗ്രാഫി ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ്. കോളം ക്രൊമാറ്റോഗ്രാഫി ഈസ് മെയിൻലി divided into 5 categories. First method is adsorption chromatography. പേര് പോലെ തന്നെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ കമ്പോണൻസ്. ഓക്കെ, ഇവിടെ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ്. ഇവിടെ ആസ് യൂഷ്വൽ 2 phases ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ആസ് വെൽ ആസ് മൊബൈൽ ഫേസ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് an adsorbent ആയിരിക്കും. That adsorbent is made up of silica gel or alumina or cellular acetate or cellular nitrate. Okay, and other materials charcoal. അപ്പോൾ യൂഷ്വലി ഏതെങ്കിലും ഒരു അഡ്സോർബൻ്റ് ആയിരിക്കും ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയി എടുക്കുന്നത്. ആ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ദീസ് അഡ്സോർബൻ്റ് ഒന്നല്ലെങ്കിൽ ദീസ് അഡ്സോർബൻ്റ് ഐദർ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ജെൽ ഓർ അലുമിന and other materials are cellular acetate or charcoal. ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഡ്സോർബൻ്റ് ആയിരിക്കും സ്റ്റേഷനറി ഫേസിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രാഫിയിൽ കോളത്തിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന, ദാറ്റ് മീൻസ് ബ്യൂററ്റ് പോലുള്ള അപ്പാരറ്റസിൽ ആ ബ്യൂററ്റിൽ പോലുള്ള ആ ക്രൊമാറ്റോഗ്രാഫിക് അപ്പാരറ്റസിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ യൂഷ്വലി ബെൻസീൻ അല്ലെങ്കിൽ ഹെക്സൈൻ, ഈതർ, ആൽക്കഹോൾ ഒക്കെയാണ് യൂഷ്വലി അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സോൾവൻസ്. ഇനി ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഡിഫറൻഷ്യൽ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ് ടുവേർഡ്സ് ദ ഇൻസോലുബിൾ അഡ്സോർബൻറ്റ്. അതായത് ഈ സ്റ്റേഷനറി ഫേസിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതാണോ അഡ്സോർബൻറ്റ്, ആ അഡ്സോർബൻറ്റ് ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ്. അതായത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടേണ്ട കമ്പോണൻറ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് സ്യൂട്ടബിൾ അഡ്സോർബൻറ്റും മൊബൈൽ ഫേസും ചൂസ് ചെയ്യും. ഓക്കെ, അതായത് ഈ മൊബൈൽ ഫേസിൽ യൂഷ്വലി ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയലിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റേഷനറി ഫേസിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നത്. അപ്പോൾ ആ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് മൊബൈൽ ഫേസിൽ അതായത് ഇപ്പോൾ മേ ബി യൂഷ്വലി യൂസ് ചെയ്യുക നോൺ പോളാർ സോൾവൻസ് ആണ്. ഇപ്പോൾ ബെൻസീൻ, ഹെക്സൈൻ, ഈതർ, ആൽക്കഹോൾ ഇത്തരം മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മിക്സ്ഡ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പ്ലാന്റ് എക്സ്ട്രാക്ട് ആണെങ്കിൽ അത് ഡിസോൾവ് ആവണം ഈ ബെൻസീനിൽ, ഹെക്സൈൻ, ഈതർ, ആൽക്കഹോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ. അപ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവൻ്റ് ആണ് ചൂസ് ചെയ്യുന്നത്.
Then ഇവിടെ principle എന്ന് പറയുന്നത് based on the differential adsorptive properties of the components towards the insoluble adsorbent. ഇവിടെ സ്റ്റേഷനറി ഫേസിൽ ഉപയോഗിക്കുന്ന അഡ്സോർബന്റ് ഏതാണോ അതിലേക്ക് ഈ മൊബൈൽ ഫേസിൽ കൂടെ ആഡ് ചെയ്തിട്ടുള്ള മിക്സ്ചർ അടക്കം പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണോ അബ്സോർബ് നമുക്ക് വേണ്ട സെലക്റ്റീവ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യണം, അതായത് അവിടെ ബൈൻഡ് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നത്. ഓക്കെ, മെയിൻലി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനി ഇവിടെ സ്റ്റേഷനറി ഫേസ് നമ്മൾ ഒരു അഡ്സോർബന്റ് ആയി കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നോൺ പോളാർ സോൾവെന്റ് ആണ്. സംടൈംസ് ഗേഷ്യസ് ആയിട്ടുള്ള എനി സബ്സ്റ്റൻസസും നമ്മളിവിടെ അഡ്സോർബന്റ് ആയിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഇനേർട്ട് ഗ്യാസസും യൂസ് ചെയ്യാറുണ്ട് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിക്ക് വേണ്ടിയിട്ട്. ഇനി ബേസിക് അപ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്യണം. ബേസിക് ആപ്ലിക്കേഷൻ ഈസ് സെപ്പറേഷൻ ഓഫ് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ, കരോട്ടിനോയിഡ്സ് എക്സെട്ര. മെയിൻലി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്ലോറോഫിലിന്റെ എക്സ്ട്രാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു ടെക്നോളജി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ടെക്നിക്ക് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് എല്ലാത്തിലും കോമൺ ആയി എഴുതാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സെപ്പറേഷൻ ഓഫ് പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ, കരോട്ടിനോയിഡ്സ് എക്സെട്ര. ഓക്കെ, ആൻഡ് സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് സെപ്പറേഷൻ ഓഫ് steroids. And third application is separation of complex liquids. അപ്പോൾ മെയിൻ ആയിട്ട് പ്ലാന്റ് എക്സ്ട്രാക്റ്റിന്റെ സെപ്പറേഷൻ, സ്റ്റിറോയിഡ്സിന്റെ സെപ്പറേഷൻ, കോംപ്ലക്സ് ലിക്വിഡിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി കോമൺ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. ഇതാണ് ആക്ച്വലി അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ അല്ലെങ്കിൽ ഒരു ബേസിക് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക് എന്ന് പറയുമ്പോൾ ഈ പ്രൊസീജിയർ ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും സിംപിളസ്റ്റ് വേ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനേർട്ട് സബ്സ്റ്റൻസസ് പാക്ഡ് ഇൻ എ വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ് ഓർ സ്റ്റീൽ ട്യൂബ് ഫോം എ സ്റ്റേഷനറി ഫേസ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് ഫിൽ ചെയ്യുന്നത് ഈ കോളം ക്രോമാറ്റോഗ്രഫിയുടെ കോളത്തിലാണ്. ഓക്കെ, അതായത് ബ്യൂററ്റ് ലൈക്ക് അപ്പാരറ്റസിലാണ് ഫുള്ളായിട്ട് ഫിൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഫേസ് യൂസ് ചെയ്യുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഏതൊരു പ്ലാന്റ് എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ഏതൊരു സ്റ്റിറോയിഡ്സിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ക്രൂഡ് മിക്സ്ചറിനെ ആഡ് ചെയ്ത് കൊടുക്കും. സ്യൂട്ടബിൾ മൊബൈൽ ഫേസിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. ദെൻ മൊബൈൽ ഫേസ് സ്റ്റേഷനറി ഫേസിൽ കൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ ഇലൂഷൻ എന്ന പ്രോസസ്സ് വഴി അതിന് ഡൗൺവേർഡ് മൂവ്മെന്റ് നടന്ന് ആ സമയത്ത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് കമ്പോണൻസ് that should be separated. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ ഒരു കമ്പോണൻസിന്റെ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് സെപ്പറേഷൻ നടക്കുകയും സ്റ്റേഷനറി ഫേസിൽ അത് ഹോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കിയുള്ള സൊല്യൂഷൻ നമുക്ക് ഇലൂട്ട് ചെയ്ത് ഇതിന്റെ ടിപ്പിലുള്ള ടാപ്പ് വഴി പുറത്തേക്ക് കളയാവുന്നതാണ്. നമുക്ക് ഫൈനലി സ്യൂട്ടബിൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ സ്റ്റേഷനറി ഫേസിൽ നിന്ന് ഡിസോൾവ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, നമ്മുടെ ഡിസൈർഡ് പാർട്ടിക്കിൾസിനെ ആഫ്റ്റർ കംപ്ലീറ്റ് ഇല്യൂഷൻ ഓഫ് മൊബൈൽ ഫേസ് ഇതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ സ്യൂട്ടബിൾ സോൾവെന്റ് ഉപയോഗിച്ച് ഡിസോൾവ് ചെയ്ത് പിന്നീട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, second method is ion exchange chromatography. These are also an example for column chromatography, and these also contains two phases. First one is stationary phase, that is made up of gel or matrix containing ionized group, and the second phase is mobile phase, that is suitable aqueous buffer. Okay, and ion exchange chromatography എന്ന് പറയുന്നത് കോളം ക്രോമാറ്റോഗ്രഫിയുടെ മറ്റൊരു ടെക്നിക്കാണ്. ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ മെയിൻലി ബേസ്ഡ് ഓൺ ഡിഫറൻഷ്യൽ ചാർജ് ആൻഡ് ദെയർ ഡിഫറൻഷ്യൽ അഫിനിറ്റി ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കമ്പോണൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റേഷനറി ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു ജെൽ മാട്രിക്സോ ആണ്. ആ ജെൽ മാട്രിക്സ് ദാറ്റ് കണ്ടെയ്ൻസ് അയണൈസ്ഡ് ഗ്രൂപ്പ്സ്. അയണൈസ്ഡ് എന്ന് പറയുന്നത് കാറ്റയോൺസ് ആവാം, മേ ബി ആനയോൺസ് ആവാം. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ
the particles should be separated. നമുക്ക് ഏത് particles ആണോ separate ചെയ്യേണ്ടത് അതിന് oppositely charged ആയിട്ടുള്ള gel matrix ആണ് സ്റ്റേഷനറി ഫേസിൽ കൺസിഡർ ചെയ്യുന്നത്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ അക്വസ് ബഫർ ആണ്. കാരണം അക്വസ് ബഫർ പ്രിഫർ ചെയ്യാൻ കാരണം അവിടെ pH ചേഞ്ചോ അതുവഴി അയണിക് അതായത് കമ്പോണൻസിന്റെ ചാർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്യൂട്ടബിൾ അക്വസ് ബഫർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മെയിൻലി ബേസ്ഡ് ഓൺ ദ ചാർജ് ബേസ്ഡ് സെപ്പറേഷൻ ആണ് ഈ അയണൈസ്ഡ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. Separation is based on differential charge and their differential affinity towards the oppositely charged components. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻസിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ സെപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട മെറ്റീരിയലിനും അല്ലെങ്കിൽ കമ്പോണൻസിനും ചാർജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ആയി കൺസിഡർ ചെയ്യുന്ന സ്റ്റേഷനറി ഫേസിലും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ജെൽ മാട്രിക്സ് ആയിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞിരുന്ന കോളം ക്രോമാറ്റോഗ്രഫിയുടെ ബേസിക് സെപ്പറേഷൻ ടെക്നിക്ക് പോലെ തന്നെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോളം ഈസ് ഫിൽഡ് വിത്ത് ദീസ് ജെൽ ദാറ്റ് കണ്ടെയ്നിങ് അയണൈസ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ അക്വസ് ബഫറിൽ ഏതാണോ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിനെ ഡിസോൾവ് ചെയ്തതിന് ശേഷം കോളം ക്രോമാറ്റോഗ്രഫിയിലേക്ക് കൂടെ പാസ് ചെയ്യുന്നു. സ്റ്റേഷനറി ഫേസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ദ യൂസ് ഓഫ് സ്റ്റേഷനറി സോളിഡ് ഫേസ് ഈസ് യൂസ്ഡ് ടു കൊവാലന്റ്ലി അറ്റാച്ച്ഡ് ആനയോൺസ് ഓർ കാറ്റയോൺസ് ഓൺ ടു ഇറ്റ്. അതായത് ഇവിടെ ആ ജെൽ മാട്രിക്സിൽ അതായത് ആനയോൺസ് ആവാം, നമുക്ക് പൊതുവായി പറയുകയാണെങ്കിൽ ആനയോൺസ് ആവാം, കാറ്റയോൺസ് ആവാം, കൊവാലന്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ പാസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ചാർജോട് കൂടിയ ജെൽ മാട്രിക്സ് ആണ് സ്റ്റേഷനറി ഫേസിൽ നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സൊല്യൂട്ട് ആഫ്റ്റർ filling the stationary phase in the column, the mobile phase along with the mixture to be separated is passed downwards. Okay, solute ions of opposite charge in the mobile liquid phase are attracted to the resins by electrostatic force. നമുക്കറിയാം ഇവിടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അവർ അട്രാക്ട് ചെയ്യുകയും ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർ ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ബേസിക് ടെക്നിക്കാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്നുള്ള മെത്തേഡിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ബേസ് കമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സിന്റെ ബേസ് കമ്പോണൻസിന്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇൻസുലിന്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ആൻഡ് ഹ്യൂമൻ പ്ലാസ്മ ഫ്രാക്ഷൻസ് ഓഫ് കമ്പോണൻസ്. ഹ്യൂമൻ പ്ലാസ്മ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ പ്ലാസ്മയുടെ കണ്ടൻസിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും ഈ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ യൂസ്ഫുൾ ടു കൺവേർട്ട് ഹാർഡ് വാട്ടർ ടു സോഫ്റ്റ് വാട്ടർ ഓർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നോർമൽ വാട്ടർ. അതായത് വാട്ടർ പ്യൂരിഫിക്കേഷന് ഹാർഡ് വാട്ടറിനെ നോർമൽ വാട്ടർ ആക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടർ ആക്കുന്ന ടെക്നിക്കിലും അൺവാണ്ടഡ് സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് by using these technology. And application in separation of organic acids and base. Organic acids ഉം base നമുക്കറിയാം ചാർജ്ഡ് കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻസ് സെപ്പറേഷനും അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി കോമൺലി യൂസ് ചെയ്യാറുണ്ട്.